പാവം അൻവർ ആ UDF-ൽ എത്താൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇടതുപക്ഷത്ത് നിന്നിറങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനി പറയാനൊന്നും ബാക്കിയില്ല. അത്രയേറെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റവും ഗുണം ചെയ്യേണ്ടത് UDF-നാണല്ലോ. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് UDF-ന്റെ കൺവീനറായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എല്ലാം പുറത്ത് മാപ്പ് കൊടുത്തു. മാപ്പ് പറയേണ്ട താമസം മാപ്പ് കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ വേഗം UDF-ലേക്ക് ക്ഷണിക്കുന്നതിലും ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം PV അൻവർ UDF-ന് ഒരു മുതൽക്കൂട്ടായിരിക്കും. കാരണം അത്രയും പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന കെ സുധാകരൻ്റെയൊക്കെ ഒപ്പം നിന്നുകൊണ്ട് UDF-ൽ നിന്നുകൊണ്ട് പിണറായി വിജയനെയും ഇടത് സർക്കാരിനെയും ഒക്കെ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ അറിയാമല്ലോ. ഇത്രയും കാലം 14 വർഷക്കാലം ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ UDF-ന് ഉപയോഗപ്പെടുത്താനും സാധിക്കുമല്ലോ. അപ്പോൾ അൻവറിന് വാതിൽ തുറന്നു കൊടുക്കേണ്ടതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യത്തെ ഒക്കെ വലുതായിട്ട് എതിർക്കുന്നുണ്ട് PV അൻവർ. നേരത്തെ ഇതേ പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തിയിരുന്നയാളാണ് PV അൻവർ. മാത്രമല്ല സൈബർ ഇടങ്ങളിലൊക്കെ കടന്നൽ രാജയായി നിന്നിരുന്ന PV അൻവറാണ് ഇടതുപക്ഷത്തേക്ക് വരുന്നത്. അപ്പോൾ എല്ലാ ഇടങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലായാലും അതുപോലെ തന്നെ നേരിട്ട് രാഷ്ട്രീയ പോരാട്ടത്തിനായാലും ഒക്കെ ഒരു വീറും വാശിയുമുള്ള ഒരു ഗോ ഗെറ്ററായിട്ടാണ് എനിക്ക് PV അൻവറിനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അൻവറിൻ്റെ ആ ക്വാളിറ്റീസ് ഉപയോഗിക്കാൻ കൃത്യമായ ഒരു വഴിയിൽ കൃത്യമായ ഒരു ദിശയിൽ അൻവറിനെ കൊണ്ടുപോയാൽ മതി. അതിന് UDF-ന് സാധിക്കുമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും കോൺഗ്രസും ലീഗും ഒക്കെ ചേർന്നുകൊണ്ട് ആ രീതിയിൽ കൃത്യമായ ദിശാബോധത്തോടു കൂടി അൻവറിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് UDF-ന് നല്ലതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.